നമസ്കാരം. നമ്മുടെ രാജ്യത്തെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് കാനറ ബാങ്ക്. പലർക്കും അക്കൗണ്ട് ഉണ്ടാവും. എനിക്കും ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. ലോൺ അക്കൗണ്ടുകളാവാം, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടുകളാവാം, കറണ്ട് അക്കൗണ്ടുകളാവാം, പല പർപ്പസിന് ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കാം. കാനറ ബാങ്കിൽ എപ്പോഴും ലോൺ എടുക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടും. മറ്റുള്ള ബാങ്കുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും എന്നതാണ്. അതുപോലെ തന്നെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാനറ ബാങ്കിനെ ഈ ബാങ്ക് മറ്റുള്ള ബാങ്കിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. അതേപോലെ തന്നെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാനറ ബാങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പൈസ കൊണ്ടുപോയിട്ട് കാനറ ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 29% വരെ റിട്ടേൺ, അതായത് പ്രോഫിറ്റ് ലഭിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. പൊതുവേ നിങ്ങളൊക്കെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6%, 5%, 7%, 8% ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ 29% പോലും റിട്ടേൺ, അതെങ്ങനെ അത്രയും റിട്ടേൺ കിട്ടും എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടാവാം. എന്നാൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ എങ്ങനെയാണ് നമുക്ക് കാനറ ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ 29% ഇയർലി നമുക്ക് റിട്ടേൺ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇതുവരെയും ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് മുന്നിലുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്തവരോടായിട്ട് ഒരു ഒറ്റ കാര്യം പറയാനുണ്ട്. 100 രൂപയ്ക്ക് മുകളിൽ എത്ര വേണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഒരിക്കലും നമുക്ക് ഒരുപാട് വലിയൊരു ഫിഗർ ആയി കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. ആദ്യം തന്നെ പറയട്ടെ, വളരെ കാലങ്ങളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളാണ് ഞാനും. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഇത്ര ഫിഗർ വെച്ച് ചെയ്യാം, ഇത്ര ഫിഗർ വെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു ഫിഗർ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഫിഗർ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയാൽ പിന്നീടെങ്കിലും നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. നമുക്കറിയാം, ആമയും മുയലിൻ്റെ കഥ എല്ലാവരും കേട്ടതാണ്. മനസ്സിലായില്ലേ? മുയൽ ഒറ്റയടിക്ക് ഓടിപ്പോയി എവിടെ വിശ്രമിച്ചു, ആമയുടെ മെല്ലെ 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 പോയിട്ട് അവിടെ അച്ചീവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു ഫിഗർ, നമ്മൾ വലിയൊരു റേഞ്ചിലുള്ള ആളാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ആ ഒരു ഫണ്ട് കണ്ടെത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഷോർട്ടേജ് ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് നിക്ഷേപിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ഫണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാനറ ബാങ്കിന്റെ കാനറ റൊബേക്കോ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ഈ ഒരു കാനറ ബാങ്കിന്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഓൾ ഇയറിലായിട്ട് കൊടുക്കുന്ന റിട്ടേൺ 29.51%. അപ്പോൾ ബാങ്കിൽ നമ്മൾ നേരിട്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്കിലോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് 6, 7, 8, 9 ഒക്കെ ആണെങ്കിൽ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന 29%. അപ്പോൾ ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺ ആനുവലി നമുക്ക് കിട്ടും. 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫണ്ടാണ്. 5 ഇയറിൽ ഇത് 29% തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് 3 ഇയറിൽ 33% കൊടുത്തിട്ടുണ്ട്. 1 ഇയറിൽ 43% കൊടുത്തിട്ടുണ്ട്. ഓൾ ഇയറിൽ നോക്കുന്ന സമയത്ത് 29.51% റിട്ടേൺസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മിനിമം 1000 രൂപ നിങ്ങൾക്ക് SIP ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഇതിന്റെ NAV എന്ന് പറയുന്നത് 36.67 ആണ്. 9586 കോടിയുടെ ഫണ്ട് സൈസ് ആണ് ഈ കാനറ ബാങ്ക് റൊബേക്കോയ്ക്ക് ഉള്ളത്. വൺ ടൈം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി SIP ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ ഒരു ഫണ്ടിന്റെ ഹോൾഡിംഗ്സിലുള്ള മറ്റുള്ള ഇക്വിറ്റീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏതൊക്കെ കമ്പനികളുള്ളതെന്ന്. അതേപോലെ തന്നെ സെക്ടർ വൈസ് അലോക്കേഷൻസ് കാര്യങ്ങളുണ്ട്. അത് ഫിനാൻഷ്യലിലാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ, അതേഴ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, സർവീസസ്, ഇതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇക്വിറ്റിയിൽ 97.1% ഉണ്ട്, ക്യാഷിൽ 2.9% ഉണ്ട്. അപ്പോൾ നല്ലൊരു ഫണ്ടാണ് കാനറ റൊബേക്കോ സ്മോൾ ക്യാപ്പ് ഫണ്ട്. ഇനി എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്നതാണ് കുറെ ആൾക്കാരുടെ ഡൗട്ട്. നമ്പർ 1, കാനറ ബാങ്കിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ സാധാരണ സേവിങ്സ് ബാങ്കിന് നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ആപ്ലിക്കേഷനകത്ത് കയറിയിട്ട് മ്യൂച്വൽ ഫണ്ട് സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫണ്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് ഈ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. നമ്പർ 2, കാനറ ബാങ്കിൽ നേരിട്ട് പോയിട്ട് മാനേജേഴ്സിനോട് പറയാം കാനറ റൊബേക്കോ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഫണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞു നേരിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്താൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്പർ 3, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം നിങ്ങൾക്ക് തന്നെ ഫണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അനാലിസ് ചെയ്യാനും എത്രത്തോളം ഗ്രോത്ത് ആയി, ഓരോ ദിവസം ഫണ്ടിന്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ബാങ്ക് വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അല്ലാതെ ഒരുപാട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ബാങ്ക് വഴി നിങ്ങൾക്ക് ചെയ്യാം, ഒരു ഓപ്ഷൻ ഉണ്ട്. പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി. അപ്പോൾ അങ്ങനെ പേടിയുള്ള ആൾക്കാർക്ക് ബാങ്കിൽ പോയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഫണ്ടുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചെയ്ത ആദിത്യ ബിർളാന്റെ ഫണ്ടുകൾ, നിപ്പോന്റെ ഫണ്ടുകൾ, HDFC ഫണ്ടുകൾ, എല്ലാ ഫണ്ടും തേർഡ് പാർട്ടി ആപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കാനറ ബാങ്കിൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് അല്ലെങ്കിൽ ബാങ്കിൽ പോയി അവരുടെ ഫണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. പേടിയുള്ള ആൾക്കാർക്ക് ബാങ്കിൽ പോയിട്ട് ഡയറക്റ്റ് ചെയ്യണം
ചെയ്യണമെന്ന് പറയുന്നു. അല്ല പേടിയില്ലാത്തവർക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എല്ലാം സെബി സർട്ടിഫൈഡ് ആണ്, സെബി രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവരും നല്ലൊരു ഇൻവെസ്റ്റർ ആവുക, നല്ല നേട്ടങ്ങൾ കൈവരിക്കുക, ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. സോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.